ഈ ഒരു ഫ്ലവർ ലാമ്പിൻ്റെ ട്രെൻഡിങ് ഒക്കെ കുറച്ച് കഴിഞ്ഞെങ്കിലും ഇത് ഇപ്പോഴാണ് എനിക്ക് ചെയ്ത് നോക്കാൻ പറ്റിയത്. കാരണം എൻ്റെ പൈപ്പ് ക്ലീനർ ഇല്ലായിരുന്നു. ഇപ്പോഴാണ് എനിക്ക് പൈപ്പ് ക്ലീനർ കിട്ടിയത്. അപ്പോൾ അത് അപ്പം തന്നെ ഞാൻ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. ഫൈനൽ ലുക്ക് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അടിപൊളിയായിരുന്നു കേട്ടോ. നിങ്ങൾക്ക് പൈപ്പ് ക്ലീനർ കിട്ടുമ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്ത് നോക്കേണ്ട ഒരു ക്രാഫ്റ്റ് ആണെന്ന് ഞാൻ പറയും. കാരണം അത്രയ്ക്ക് സൂപ്പറാണ്. പിന്നെ കുറച്ച് മെനക്കെടും എടുക്കും കേട്ടോ. ഇത് കുറച്ച് ടൈം എടുക്കും ഇത് ചെയ്തെടുക്കാനായിട്ട്. എന്നാലും ഫൈനൽ ലുക്ക് കിടുവാണ്. നിങ്ങൾ ആർക്ക് വേണമെങ്കിലും ചെയ്ത് കൊടുക്കാൻ പറ്റും. ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അതിന് വേണ്ടി ഇതുപോലെ കുറച്ച് പെറ്റൽസ് ഒക്കെ റെഡിയാക്കി എടുക്കണം കേട്ടോ. പിന്നെ നിങ്ങൾക്ക് മെയിനായിട്ട് വേണ്ടത് ഇതുപോലെ ഒരു മെറ്റൽ വയറാണ്. നിങ്ങളുടെ കയ്യിലുള്ളത് എടുക്കാം. ഇതിപ്പോൾ നമ്മൾ ഫ്ലവർ മേക്കിംഗ് വയറാണ് എൻ്റെ ഉള്ളത്. കുറച്ച് കട്ടിയുള്ളതാണ് കേട്ടോ. കുറച്ച് കട്ടിയുള്ള എടുത്താൽ നിങ്ങൾക്ക് ഒരെണ്ണം മതിയാവും. അതായത് ഒരു സ്റ്റെമ്പിൽ ചെയ്യാൻ വേണ്ടിയിട്ട്. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു 2-3 എണ്ണമൊക്കെ വെച്ച് ഒന്നിച്ച് ഇങ്ങനെ വളച്ചിട്ടൊക്കെ വെക്കേണ്ടി വരും കേട്ടോ. എങ്കിലേ അത് നേരെ നിൽക്കത്തുള്ളൂ. എന്നിട്ട് പിന്നെ നമ്മൾ അതിൻ്റെ കുറച്ച് ഇങ്ങനെ താഴെയൊക്കെ ചെറിയ ചെറിയ ഫ്ലവേഴ്സൊക്കെ നമ്മൾ ഒട്ടിച്ചു കൊടുക്കും. അതിന് വേണ്ടിയിട്ട് കുറച്ച് ഫ്ലവേഴ്സൊക്കെ ഞാൻ ഇതുപോലെ ചെയ്തെടുക്കുന്നുണ്ട്. അത് ഈസി ആയിട്ട് നിങ്ങൾക്ക് ഒരു പൈപ്പ് ക്ലീനറിനുണ്ട് നിങ്ങൾക്ക് ഒരു ഫ്ലവർ ചെയ്യാൻ പറ്റും. എന്നിട്ട് ഇതുപോലെ മുത്തുകളൊക്കെ ഒട്ടിച്ചു കൊടുക്കുക. എന്നിട്ട് ഇനി നമുക്കിങ്ങനെ കുറച്ച് ലീഫൊക്കെ വേണ്ടേ, അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഇതും സെയിം ആ ഫ്ലവർ ചെയ്യുന്ന പോലെ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. പിന്നെയുള്ള മാറ്റം എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ വളച്ചും തിരിച്ചൊക്കെ കൊടുത്തിട്ട് അതിൻ്റെ ഷേപ്പുകൾ മാറ്റുമ്പോഴാണ് അതിൽ മാറ്റങ്ങൾ സംഭവിക്കുന്നത്. ഇതുപോലെ ഇങ്ങനെ ഒന്ന് ചെറുതായിട്ടൊന്ന് വളച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലീഫ് ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇത് നമുക്ക് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം കേട്ടോ. ഞാൻ ഇതുപോലെ ഇങ്ങനെ സൈഡിലായിട്ടാണ് ഒട്ടിച്ചു കൊടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് വേറെയും കുറച്ച് ലീവ്സ് വേണം, പക്ഷേ ഇച്ചിരി ചെറുതായിരിക്കണമെന്നേ ഉള്ളൂ. പിന്നെ ഞാൻ പൈപ്പ് ക്ലീനർ കൊണ്ട് തന്നെ ആ ഒരു സ്റ്റെമ്പ് ഫുള്ള് കവർ ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ പൈപ്പ് ക്ലീനർ ഇല്ലയെന്നുണ്ടെങ്കിൽ കുറച്ചേ ഉള്ളെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ഗ്രീൻ ടേപ്പ് ഉണ്ടല്ലോ അത് യൂസ് ചെയ്യാം. അടിപൊളിയായിട്ട് തന്നെ കിട്ടും, കുഴപ്പമില്ല. ഞാൻ കുറച്ചുകൂടി കട്ടിയായിട്ട് തോന്നട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അത് തന്നെ യൂസ് ചെയ്തത്. എന്നിട്ട് ഇതുപോലെ ഇങ്ങനെ വളച്ചൊക്കെ കൊടുക്കണം നിങ്ങൾ. ഈ ഫ്ലവർ ഇങ്ങനെ താഴോട്ട് ഇങ്ങനെ ഇരിക്കുകയല്ലേ, താഴോട്ട് നോക്കുന്ന പോലെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വളച്ചു കൊടുക്കുക. എന്നിട്ട് ഈ ഒരു പാർട്ട് നിങ്ങൾ എന്തായാലും എണ്ണ വരയ്ക്കാൻ ചാൻസ് ഉണ്ട്. കാരണം ഞാൻ വരച്ചല്ലോ. ഇതൊന്ന് വളച്ച് തിരിച്ചെടുക്കാൻ പെട്ട പാട്. പ്ലെയറും കൈയും കൊണ്ടൊക്കെ ചെയ്തിട്ട് ഒരു രക്ഷയില്ല. എന്നാലും ഞാൻ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് എങ്ങനെയെങ്കിലുമൊക്കെ. അതിലും കുറച്ച് പൈപ്പ് ക്ലീനറൊക്കെ ചുറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ വെച്ച് നോക്കിയപ്പോൾ ഞാൻ വെച്ചു, ദൈവമേ ഇത് ഇരിക്കുന്നില്ലയോ, ഈ ഫ്ലവർ അങ്ങ് കമന്ന് കിടക്കും അതിനകത്തോട്ട്. പക്ഷേ ആ പ്ലെയർ വെച്ച് കുറച്ച് ടൈറ്റ് ചെയ്ത് നല്ല നല്ല സെറ്റായിട്ട് വെച്ചപ്പോഴത്തേക്കും സെറ്റായി. അത് സെറ്റായിട്ടിരുന്ന് എനിക്കങ്ങ് ഭയങ്കര സന്തോഷമായി. അടിപൊളിയായിരുന്നു കേട്ടോ കാണാൻ. പിന്നെ ഞാൻ കുറച്ച് ഫെയർ ലൈറ്റൊക്കെ വെച്ച് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ടായിരുന്നു അതിനകത്ത്. അതിന് വേണ്ടിയിട്ട് ദാണ്ടെ ഇതുപോലെ നമ്മുടെ ഈ പൂമ്പൊടി പോലെ ഇങ്ങനെ വരുന്ന രീതിയിൽ ആ ലൈറ്റ് ഫ്രണ്ടിലോട്ട് വരുന്ന രീതിയിൽ ഞാനിങ്ങനെ മടക്കി അതിനകത്തോട്ട് ഒട്ടിച്ചു കൊടുത്തിട്ട് ബാക്കി പാർട്ട് ഞാനകത്ത് ചുറ്റി കൊടുക്കുക ചെയ്തത്. മറ്റേ നമ്മളെ സ്റ്റെമ്പ് ഫുള്ളായിട്ട് ഒന്ന് ചുറ്റി കൊടുത്തിട്ട് ഞാൻ അവിടെ സെറ്റ് ചെയ്ത് കൊടുക്കുക ചെയ്തത് കേട്ടോ. ലൈറ്റൊക്കെ ഇട്ടുന്നപ്പോൾ അടിപൊളിയായിരുന്നു കാണാൻ. നേരിട്ട് കാണാൻ അതിലും ഗംഭീരമായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലത്തെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്തോ.